287 പള്ളി കേട്ടോ. Where I come from, there's a lot of wind, and so we thought this is a better. 500. അങ്ങനെ ശ്രീലങ്കൻ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. പക്ഷെ മഴയാണെങ്കിൽ കുറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഒരു റെയിൻ കോട്ടും ഉണ്ടായിരുന്നില്ല, ഒരു കുടയും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് എന്തായാലും കുടയോ അല്ലെങ്കിൽ റെയിൻ കോട്ടും അത്യാവശ്യമായിരുന്നു കേട്ടോ. കാരണം പുറത്ത് നല്ല അതിഗംഭീരമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ താമസിച്ച റൂമിൻ്റെ ഓണേഴ്സിനോട് ഞങ്ങൾ കാര്യം ചോദിച്ചു, അടുത്ത ഷോപ്പോ മറ്റോ ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു അവരുടെ അടുത്ത് കുട ഉണ്ട്, പക്ഷെ 500 INR കൊടുത്തു കഴിഞ്ഞാൽ അവർ കുട തരാമെന്ന് പറഞ്ഞത്, ഒരു കുട കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം ആയതുകൊണ്ട് തന്നെ ഞങ്ങളത് വാങ്ങിച്ചു. അങ്ങനെ അടുത്തുള്ള ടൗണിൽ ചെന്നപ്പോഴാട്ടോ മനസ്സിലായത് 500 INR ഒന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ 500 INR എന്ന് പറയുമ്പോൾ ഏകദേശം 1800 LKR വരും, ശ്രീലങ്കൻ മണി. അപ്പോൾ അവിടെ INR കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 150 രൂപയോ സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് കൂടുതൽ പൈസ അവർ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിരുന്നാലും ഈ ഒരു കുട ഞങ്ങൾക്ക് ഉപകാരപ്പെട്ടു. കാരണം യാത്രയിലുടനീളം നല്ല കിടിലം മഴയായിരുന്നു. ഒരു പരിധിവരെ മഴ കൊള്ളാതെ സഹായിച്ചത് ഈ ഒരു കുടയായിരുന്നു കേട്ടോ. അയ്യോ, ഇതിനപ്പുറം ബീച്ചാണോ? ഈ രാഘവൻ നടന്ന് രാവിലെ എന്തെങ്കിലും കഴിക്കാൻ വെച്ച് വന്നേക്കും ഉണ്ടാവണോ? ഇതൊക്കെ 200 ഉണ്ടോ? 200, 150 ശ്രീലങ്കൻ മണി. ഉപ്പുമാവ്, കടല, സമൃദ്ധി, സാമ്പാർ, ചട്നി, റിച്ച് 600 രൂപയുടെ ഫുഡ്. ഇവിടുത്തെ 10 രൂപ. difficult situation. പള്ളി ശ്രീലങ്കൻ പള്ളി. 287 പള്ളി കേട്ടോ. ഇന്റർനാഷണൽ ജപ്പാൻ പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവിടുത്തെ ATM കേട്ടോ, HNB. നമുക്ക് ഇൻ്റർനാഷണൽ കാർഡ് ഉണ്ടെങ്കിൽ അത് സ്വൈപ്പ് ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ 800 LKR, നാട്ടിൽ 200-250 രൂപ ഒരു ടാക്സ് പിടിക്കും, കമ്മീഷൻ. പിന്നെ ഞങ്ങളൊരു വേറെ LKR ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്ത് ചേഞ്ച് ആക്കിയേ പറ്റുള്ളൂ. അപ്പോൾ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യേ. ഇപ്പം 170 രൂപ. എത്ര? 270 രൂപ ഉണ്ടാവും. ഒന്നിന് ഇവിടെ വലുതാ. ഇവിടെ 750 LKR ഉള്ളൂ. എവിടെ
ATM അടുത്തുണ്ട്. Beside people's. Okay. Which one nearby here? Nearest one? Okay. Views. Okay. People park. Where I come from, there's a lot of wind, and so we thought this is a better plan than this. Yeah, ask it here. Good luck. Thank you. ഓട്ടക്കാരനോട് ചോദിക്കരുത് ചേട്ടാ. ATM. Cash. അവിടെ ATM കയറിയൊക്കെയാണ് അടുത്ത പൈസ കിട്ടുമോ എന്തോ വച്ചിട്ടും വയ്യ. അപ്പുറത്ത് പോയിട്ട് ഒരു ഇത് വാങ്ങണം, റെയിൻകോട്ട് വാങ്ങേണ്ടി വരും. ഇവിടുത്തെ 1000 കെയർ പറഞ്ഞിട്ടുള്ളത്. അയ്യോ, അതുകൊണ്ട് 5000 നോട്ടൊക്കെ അതിനകത്ത് പോവാം. നടന്നോ. ആ, പക്ഷെ ദൂരെ തോന്നിട്ടാ കണ്ടിട്ട്. ഇവിടുത്തെ മാർക്കറ്റാണ് കേട്ടോ, ഇവിടുത്തെ പഴയ സെറ്റപ്പ്. തക്കാളിക്ക് എത്ര? 500. 100 ഗ്രാമിനാട്ടോ 150. ഇത് 50 രൂപ. 40-50 റുപ്യ സാധനങ്ങൾ. ഇതുപോലെ തന്നെ സവാള 1 കിലോ 100. നാട്ടിലത്തെ 25-30 രൂപ സംതിങ് കണക്കാക്കുകയാണെങ്കിൽ. ഇതൊരു ബുദ്ധ ടെമ്പിളാണ് കേട്ടോ. കയറാൻ പറ്റുമോ? ഈ ടെമ്പിളോ കയറി വെക്കാം, ഫ്രണ്ടിൽ കൂടെ കയറി വെക്കാം. ഇതാണ്ട കാണുന്നത്, ഈ ക്യാമറ കാണണ്ട, ലോട്ടസ് ടവർ എന്ന് പറയുന്നത് ഈ നടുക്ക കാണുന്നത്. ഈ ടെമ്പിളിൽ ഇനി കയറാൻ പറ്റുമോ അറിയില്ല. നോക്കാം, ഇതാണ് ഫ്രണ്ട് ഭാഗം. മഹാവിഷ്ണുവിൻ്റെ ആണോ ഇതല്ല, അവരൊക്കെ ആണോ? ബുദ്ധിസ്റ്റ്. ആ, അടുത്ത പോലീസിനോട് ചോദിച്ചിട്ടോ, പോലീസിനെ ചോദിച്ചപ്പോൾ കയറിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഗണപതി കണ്ടല്ലോ, ഗണപതി എന്നറിയില്ല. ആ, ശിവന് പാർവതിയൊക്കെ ഉണ്ട്. അവിടെ സിഗ്നലൊക്കെ ഉണ്ട് കേട്ടോ, റോഡ് ക്രോസ് ചെയ്യാനായിട്ട്. പച്ച പോയി. ഇവിടെ ഹൽവ എന്ന് തന്നെ കേട്ടോ പറയണേ, ഹൽവ. $150 കപ്പലിൻ്റെ മിഠായി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുത്തെ കേട്ടോ.
நம்ம வீட்டு பதில சைடு மிச்சம் பாதிக்கப்பட்டிருக்கு, நம்ம தலவக்கலையும் பாதிக்கப்பட்டு ஃபோன் யாருக்கும் வேலை செய்யும். അതിനകത്ത് കഴിക്കാമല്ലോ. ആ ഈത്തപ്പഴം 250 ഗ്രാമിന് ഇതിനാണ് മോളിത്തേന ഫ്രൈ. ഈ This is 250 grams. No, 250. ചുണ്ണാമ്പ്. ഹായ് ഹലോ. അതിൻ്റെ അടി പോകുന്നു. എവിടെയൊക്കെയാണ് ഫോട്ടോസ് ടവർ? അവിടെ കേട്ടോ, എത്ര ദൂരം ഉണ്ടെന്ന് അറിയില്ല. ഇത് ഏതാ, ഇതൊരു ബസ് സ്റ്റാൻഡാന്ന് തോന്നുന്നു. അത് രസമുണ്ട്. അത് എന്താല്ലേ ഇത് നിൽക്കാനും നല്ല വൃത്തിയും എടുപ്പായി പിന്നെയും എടുക്കുന്നുണ്ട്. ഇത് കാണുമെന്ന് അറിയില്ല. ഇത് പെരിക്കുന്ന വിഭാഗത്തിൽ പെട്ട പക്ഷേ അതായിരിക്കും. പുറത്ത് പോയി കഴിഞ്ഞാൽ ഊക്കുണ്ട്. ലേക്കുണ്ട്, ഇതായിരിക്കണം പെരിക്കണോ തോന്നുന്നു പെട്ടിട്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ കറങ്ങി പോകണം. അവിടെ എന്താ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ കൊള്ളാം. ടെസ്റ്റ ബേക്ക് ഹോട്ടൽ, ബേക്ക് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഓപ്പോസിറ്റ് കൂടെ നടക്കാം കേട്ടോ. ഇതുവരെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ലോട്ടസ് ടവറിൻ്റെ അങ്ങോട്ടാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ ഡോൾഫിൻ കൊത്ത്. ചോദിച്ചോക്കെ അല്ലേ? 80 അത് ഓംലേറ്റാ. അടിക്കോ അടിക്കോ. വിശക്കുണ്ടോ? വെജ് റൊട്ടി ഫിഷ്. What is made with kottu? Dolphin kottu. What is that? Dolphin kottu. Dolphin. What is that? Make paratha. What do you mixing with that? Anything? Meat? What meat or? No, it's you can vegetable, egg, chicken, both. No. I'm curious about dolphin. Why dolphin? That dolphin kuttu. I seen that name. Yeah. What is mixing with that? Fish or meat? Not dolphin. Yeah, I know. But fish, what mixing? No. Fish meeting. What do you want? You can choose. Vegetable, I fish, want. egg. I will purchase this one. But I want to know what is that. Just curious about what. It's prepared paratha. Paratha. Yeah. Or curry or something. Oh, chicken- mixing. chicken Mixing. gravy. Mixing. Yeah. That's a dolphin kuttu. Yeah. ഡോൾഫിൻ എന്താണ് ഡോൾഫിൻ അല്ല, ചിക്കന് പല വെറൈറ്റി ഉണ്ട്. അതിൻ്റെ ഒരു ഡിഷിൻ്റെ പേരാണ് ഈ ഡോൾഫിൻ കൊത്തു എന്ന് പറയുന്നത്. ഇത് വേറെ വീഡിയോയിൽ ആരോ റീലിലോ മറ്റോ കണ്ടിട്ടുണ്ട് ഈ സംഭവം. സ്ട്രീലിങ് വന്നിട്ടുള്ളത് നേരിട്ട് കാണാൻ പറ്റി. ഐറ്റം അങ്ങനെ വേണ്ട. ഏതാ ഇതോ? കൂടുതൽ സാധനം നല്ലോണം കഴിക്കുമല്ല. അരികൊള്ള
നമ്മളിപ്പോൾ വന്ന് റെസ്റ്റോറൻറ്റിൽ കയറി. പ്രശ്നം എന്താ വെച്ചാൽ അങ്ങോട്ട് പോകണമെങ്കിൽ നേരത്തെ വന്ന വഴി തിരിച്ചു പോയി കറങ്ങി വരണം. അയ്യോ, അപ്പുറത്തെ റെയിൽവേ ട്രാക്കാന്ന് തോന്നുന്നുണ്ട്. So how can we go to Lotus Tower? This one. So how can we go through this way? നമ്മളിപ്പോൾ ഇവിടുന്ന് വേറൊരു ബസ് പിടിച്ചിട്ടാ അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞത്. പോവാം. ഇവിടെ ബസ് വന്നിറങ്ങിട്ടേ ആടടാ ലോട്ടസ് ടവർ. ഫൈനടിക്കണോ? ഒന്ന് കാണല്ലോ. ഓ Today Ola closed. Shops Ola closed today. how much for in the inside? It was Sri Lankan price 6,000 rupees. One person. Yeah, 1 person. For up So top? yeah. Ada mahala. Yeah, 6,000 ado kom close. Kom close. Om reverse എടുക്കാൻ time. This bad weather time. This How can we go to Hikkadua? Tikkadua. You go to the main bus stand. No, you go to the gold face. Gold face. You this by your tuk go 120 bus and Lake House left side. Okay. Change that by on the road. You end the college. Tikkadua gold bus. Okay. You are going to where you want to go? We are going to Hikkadua. Tikkadua, you want to go to the bus stand. Peta bus stand. Not here. Oh yeah, here where you want to go Peta bus stand. Peta bus stand. Bus stand. Tikkadua. അങ്ങോട്ട് കടത്തില്ല. ഇതിപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്തെന്നാട്ടാ പറയുന്നത്. ഭയങ്കര വെതർ കണ്ടീഷൻ കാരണം നമ്മൾ ക്ലോസ് ചെയ്തു. അങ്ങോട്ട് വിട്ടില്ല. ഫോട്ടോസൊക്കെ ഇവിടുന്ന് എടുത്ത് പോവുക. ഇനി ഇവിടുന്ന് ഒന്നെങ്കിൽ ബസ് കയറി പോവുക, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ 8 വലപ്പിക്കും. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ടൊക്കെ വേണം പോകാൻ. ഇതിപ്പോൾ ഇവിടുന്ന് ഒരു 1 കിലോമീറ്റർ അപ്പുറത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. ലൈറ്റ് ഹൗസ് എന്താ പറഞ്ഞു. പിന്നെ അവിടുന്ന് മാറി കയറണം. നമുക്ക് ഹിക്കടുവ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകണ്ടേ. ഹിക്കടുവ ഡൈവിങ് സെൻ്ററാണ്. ഡീപ് ബ്ലൂ ഡൈവിങ് സെൻ്റർ അങ്ങനെ പേര്. അപ്പോൾ അവിടെ വരെ എത്തണം. അതൊരു 100 കിലോമീറ്റർ കാണും. ഇവിടുത്തെ 2 മണിക്കൂർ കഷ്ടി. അപ്പോൾ അവിടെ നിന്ന് ബസ് കിട്ടിയിട്ട് വേണം പോയൊക്കെ. നമ്മൾ തിരിച്ചു നടന്നിട്ടാ വേറൊരു ഓപ്ഷൻ വന്നത്. ഇതാ നമ്മളവിടുന്നുണ്ട് ആ ടെമ്പിൾ വരെ കണ്ടിരുന്നു ദൂരം. അതിനപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്നുകൂടെ എളുപ്പമെന്ന് പറയുന്നുണ്ട്. എക്സ്പെൻസ് കുറച്ച് ആവുള്ളായിരിക്കും. പിന്നെ യാത്ര ഒന്നുകൂടെ എളുപ്പമാവും. പിന്നെ ഫ്ലഡും കാര്യങ്ങളൊക്കെ വരുന്നുള്ളതുകൊണ്ട് എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും പോയി നോക്കാം. റെയിൽവേ ട്രാക്കിൻ്റെ അപ്പുറത്താണ്. 200 മീറ്റർ ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട്. സ്റ്റേഷൻ ആർമി. ഓ ഫ്രം ഇന്ത്യ. ഫ്രം ഇന്ത്യ, കേരള. ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. ഇത് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിട്ടാ. ഇവിടുന്ന്
ഫോർട്ട് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടുന്ന് ഇക്കടുവയ്ക്ക് ബസ് ട്രെയിൻ കിട്ടണം. അപ്പോൾ ഇവിടുത്തെ ട്രെയിനും എല്ലാം ഒന്ന് നിർത്തലാക്കിയെന്ന് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ബസ്സിന് തന്നെ പോകേണ്ടി വരും. ഇവിടുന്ന് ബസ് പിടിക്കേണ്ടി വരും. ഇക്കടുവ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ മെയിൻ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അവിടെ ഇതാണ് ഇവിടുത്തെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ. അവിടെ പോലീസുകാരനോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് ബസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ കയറാൻ പറഞ്ഞു. ഇവിടെ നടന്നിട്ടൊക്കെ പ്രത്യേകത പറഞ്ഞാലേ മിക്കടുത്ത് നല്ല വൃത്തിക്ക് ഫുട്പാത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഈ കൊളംബോ ഏരിയയിലായതുകൊണ്ടാണെന്ന് അറിയില്ല, അത്യാവശ്യം റോഡാണ് നല്ല വൃത്തിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളവിടുത്തെ ചെറിയ പൊടിമെറ്റലെല്ലാം തോന്നുന്നു ഇവിടെ മിക്സ് ചെയ്യുന്നത്. വേറെ എന്തായാലും കൊള്ളാം. കുണ്ടും കുഴിയൊന്നുമല്ല, അത്യാവശ്യം നല്ല റോഡുകളൊക്കെ തന്നെ എല്ലായിടത്തും ഉള്ളത്. കുറേയൊക്കെ വൃത്തിയുണ്ട്, വൃത്തിയില്ലായ്മയുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടത്തെ പോലത്തെ തന്നെ കുറച്ചൊക്കെ മാനേജ് കൊണ്ട് നടക്കും. കുറേ ഒന്നും വലിയ ഇതില്ല. അത്ര ഓ ഇക്കടുവ ആ ദിസ് വൺ അല്ലോ പാടാ ആ മഞ്ഞ വണ്ടി. അപ്പോൾ നമ്മൾ ഹിക്കടുവയ്ക്കുള്ള ബസ്സിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. ഈ ബസ്സിൽ കയറിയ ഉടനെ ഡ്രൈവറിനോട് എത്രയാണ് ടിക്കറ്റ് പ്രൈസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു 600 രൂപയാണ് ടിക്കറ്റിന്. അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ മര്യാദയോട് കൂടിയിട്ട് തന്നെ വെച്ചായിരുന്നു. അങ്ങനെ യാത്ര തുടങ്ങിയതിന് ശേഷം കണ്ടക്ടർ വന്നു. ഞങ്ങൾ 600 രൂപ ആയതുകൊണ്ട് തന്നെ 1200 രൂപ 2 പേർക്കുള്ളത് കണ്ടക്ടർക്ക് കൊടുത്തു. അപ്പോൾ ബാക്കി എല്ലാവർക്കും ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്, ഞങ്ങൾക്ക് തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു വാങ്ങിച്ചു ടിക്കറ്റ്. രണ്ടാമത് ചോദിച്ചപ്പോഴാണ് ടിക്കറ്റ് തന്നത്. അപ്പോൾ ടിക്കറ്റിൽ നോക്കുമ്പോൾ ആകെ 700-ന് താഴെയാണ് 2 ടിക്കറ്റിന് വരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങളത് ചോദ്യം ചെയ്തപ്പോൾ അടുത്തിരുന്ന ശ്രീലങ്കക്കാരനായിട്ടുള്ള വ്യക്തി ഞങ്ങളോട് കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ അവർ പ്ലേറ്റ് മാറ്റി. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ലഗേജ് ഒരു എൻജി ബോക്സും വെച്ചുകൊണ്ടാണ് ഞങ്ങൾ എക്സ്ട്രാ മണി പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബാഗ് തിരിച്ചെടുത്തു, ബാക്കി എമൗണ്ട് തരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഈ ഓട്ടോറിക്ഷക്കാരാണെങ്കിലും എവിടെയാണെങ്കിലും ഷോപ്പുകളിലാണെങ്കിലും നമ്മൾക്ക് പറ്റിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതിന് മുന്നേ തന്നെ അവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരായിട്ടൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുക. എത്രയാണ് ടിക്കറ്റ് വരുന്നത്, അല്ലെങ്കിൽ എത്രയാണ് ഒരു സാധനങ്ങൾക്ക് പ്രൈസ് വരുന്നത് എന്നുള്ളത്.
ഈ വീഡിയോയിൽ കാണുന്നില്ലേ, ഇതാണ് ശ്രീലങ്ക മാപ്പ് കേട്ടോ. ഈ ശ്രീലങ്ക മാപ്പിന്റെ താഴോട്ടാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഥവാ നമ്മൾ ഇറങ്ങിയ കൊളംബോ സിറ്റി എല്ലാം ഏകദേശം പടിഞ്ഞാറ് വശത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഏകദേശം തീരദേശത്തോട് ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ആ തീരദേശം ചേർന്നിട്ട് തന്നെയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് സൈക്ലോൺ ഉണ്ടായ കാരണം കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലും അതുപോലെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. റെയിൽവേ ട്രാക്കിലെല്ലാം വെള്ളം കയറിയിട്ടോ അങ്ങനത്തെ രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് പല പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് ഈ ഒരു ബസ് കിട്ടിയത് തന്നെ ഭയങ്കര ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഞങ്ങൾ എന്തായാലും സേഫായിട്ട് അങ്ങോട്ട് എത്തി. ഞങ്ങൾ ഏകദേശം 138 കിലോമീറ്റർ യാത്ര ചെയ്തു. 3 മണിക്കൂറോളം എടുത്തു. പക്ഷെ അതിൻ്റെ ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്തില്ല കേട്ടോ. കാരണം റോഡെല്ലാം നല്ല അടിപൊളി റോഡുകളായിരുന്നു. ഒരു കുഴി പോലും കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യാത്രയൊക്കെ നല്ല സുഖമായിരുന്നു കേട്ടോ. കടുവ 8 മണി ആയിട്ടുണ്ട്. പെട്ടെന്ന് എത്തി. നല്ല പറന്നും പറയാലോ. റോഡൊക്കെ കണ്ടാക്കി മിനിങ്ങ റോഡ്. വരുന്ന വഴിക്ക് ഒരു 4 മണിക്കൂറൊക്കെ ബസ് ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഒരു ടയർഡും ഫീൽ ചെയ്തില്ല. റോഡെല്ലാം കണ്ടില്ലേ, വരുന്ന വഴിയെല്ലാം അടിപൊളിയായിരുന്നു. ഒരു കുലുക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ നാട്ടിൽ എന്താണ് സ്ഥിരം മഴ പെയ്യണോണ്ടാണ് റോഡ് പൊളിയണമെന്ന് പലരും പറയും. ഇവിടെയൊക്കെ എപ്പോഴും അത്യാവശ്യം മഴ കിട്ടുന്ന സ്ഥലമാണ്. ഒരു കുഴപ്പമില്ല, ലൈനും വരച്ചിട്ടുണ്ട്. ഇറങ്ങിയിട്ട് ഡൈവിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ട് വെക്കുന്ന സ്ഥലത്തേക്ക് പോകണ്ട. അപ്പോൾ അവിടെ താമസിക്കുന്നുണ്ട്. ഇതൊക്കെ പറ്റ ഹമൂർ വെറൈറ്റി പെട്ടത്. ഇത് ഹമൂർ what is called here? Amor. Single name or English name? English name. I think no, but Grouper. It's a grouper. yeah, right. Jackfish, red snapper. So barracuda. Lobster. Lobster. Jumbo prawns. Lobster. Some jumbo prawns. Jumbo prawn. Jumbo prawns. Jumbo prawn. Live oyster. ഇതുണ്ടോ oyster ആണ്ടോ, ലൈവ് oyster. സുവേനിയർ ഷോപ്പ് ഉണ്ടോ? നമ്മളിവിടെ ഈ കടുവ ഏരിയയിലാണ് കേട്ടോ. കടുവ നമ്മൾ ഈ മാപ്പിൽ കണ്ടില്ലേ, താഴത്തായിട്ടാണ് ഇവിടെ ആയിട്ട് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ബീച്ചൊക്കെ ഡൈവിങ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് മെയിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ചിരുന്നു, പക്ഷേ ഇത് നടന്നില്ല. പിന്നിപ്പോൾ ഒരു 1-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ കടലൊക്കെ ഒന്ന് ശാന്താവുമെന്ന് കരുതുന്നു, ക്ലൈമറ്റെല്ലാം. അപ്പോൾ നമുക്ക് ഡൈവ് എന്ന് കരുതുന്നു. ഓക്കെ.
കടലൊക്കെ ശോഭിച്ച് കിടക്കുക.